ഹായ് ഹലോ എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഞങ്ങളുടെ വീടിനടുത്ത് മണക്കാട് സീതാഫൽ എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട് ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ എല്ലാം കിട്ടും. ഫ്രൂട്ട്സ് മാത്രമല്ല, ഷേക്സ്, പിന്നെ സ്നാക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ കുറേ നാളായിട്ട് ഞാൻ വിചാരിക്കുന്നു ആ കടയിൽ പോകണമെന്ന്. ഇപ്പോൾ ഇത് 2-3 മാസത്തിന് മുമ്പേ ഉള്ള വീഡിയോ ആണ്. ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം, സെക്കൻഡ് ടൈമോ ഓർ തേർഡ് ടൈമോ പോയപ്പോഴത്തേക്കുള്ള വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ആ ഫ്രൂട്ട് ഷോപ്പിൻ്റെ ഓണർ എന്ന് പറയുന്നത് എൻ്റെ തലശ്ശേരിയിലെ ഫ്രണ്ട്സിന് അറിയാവുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ എപ്പോഴും വിചാരിക്കും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 2-3 ദിവസം ഞാനും മോനും കൂടെ പോയി. അപ്പോൾ അതിൽ ഒരു ദിവസം അവരുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇതാണ്, സീതപ്പഴത്തിൻ്റെ ഒരു വെറൈറ്റിയാണത്. അപ്പോൾ അത് കഴിക്കുമ്പോഴാണ് ഞാൻ ഓർത്തത് ഇങ്ങനെ ഒരു മരം എൻ്റെ വീട്ടിലും ഉണ്ട്. അപ്പോൾ മുമ്പ് എൻ്റെ അതായത് കരമനയിൽ എൻ്റെ വീട്ടിലാണെങ്കിൽ വീടിൻ്റെ ബാക്കിൽ നിറച്ചും ഇതിൻ്റെ ചെടികളുണ്ടായിരുന്നു, നിറയെ കായ്കളും ഉണ്ടായിരുന്നു, കഴിക്കുമായിരുന്നു. പക്ഷേ ഇവിടെ മണക്കാട് വന്നു കഴിഞ്ഞതിന് ശേഷം ഇത് കാക്ക എങ്ങാണ്ടോ കാഷ്ടിച്ചിട്ടതാണോ, കാക്കയുടെ വായിൽ നിന്ന് വീണ വിത്താണോ, എങ്ങനെയും മുളച്ച് വന്നതാണിത്. പക്ഷേ അതിനെ ഞാൻ പരിപാലിച്ചു. അത് ഇത്രയുടെ മഴയായി. അപ്പോൾ ഇത് കഴിച്ചപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നു, ഇതിൽ കായ്കളുണ്ടോയെന്ന് വന്നെന്ന് നോക്കാമെന്ന് കരുതി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എനിക്ക് കിട്ടി 5-6 കായ്കളൊക്കെ കിട്ടി കേട്ടോ. അപ്പോൾ അത് എല്ലാം കഴിച്ചു ഞങ്ങൾ. പക്ഷേ ഇത് ഉണ്ടാക്കാനായിട്ട് എനിക്ക് കുറച്ചും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഉണ്ടാക്കിയതായിരുന്നു. പക്ഷേ എനിക്ക് മാങ്ങ, ചക്ക ഇതെല്ലാം പച്ചയോടെ കഴിക്കാനാണ് ഇഷ്ടം. ഇത് പക്ഷേ പച്ചയോടെ കഴിക്കാൻ പറ്റത്തില്ല. പേരയ്ക്ക എല്ലാം അങ്ങനെ തന്നെ. അപ്പോൾ ഇത് പച്ചയോടെ കഴിക്കാൻ പറ്റത്തില്ല. ഇതൊന്ന് പഴുത്ത് വരുമ്പോഴേ കഴിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അതുകൊണ്ട് പഴുത്ത് വരുമ്പോഴേ കഴിച്ച് കഴിയുമ്പോൾ പിന്നെ ഈ സംഭവം ഉണ്ടാക്കാൻ പറ്റത്തില്ലേ. അപ്പോൾ അങ്ങനെ ആയിപ്പോയി. അപ്പോൾ എനിവേ എന്തായിരുന്നാലും നല്ല സാധനമാണിത്. ഒരു മുഞ്ഞ പിടിച്ച പോലെയൊക്കെ നിറച്ചുണ്ടായിരുന്നു. കാരണം ഞാൻ കണ്ടില്ല ഇത്. അപ്പോഴാണ് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞത് ഇതിന് മുമ്പേ കാഴ്ച നിന്നിട്ടുണ്ടായിരുന്നു. അപ്പുറത്തെ വീട്ടിലുള്ളവർ ആ സൈഡിലുള്ള വീട്ടുകാരൊക്കെ ചോദിക്കുമ്പോൾ പുള്ളി കൊടുക്കുമായിരുന്നു. അപ്പോൾ അന്നേരം ഞാൻ പറഞ്ഞു നല്ല ടേസ്റ്റാണ് ഇത്, ഇങ്ങനെ ഒരു സംഭവം കഴിച്ചു എന്ന് പറിക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പുള്ളി ഏണിയൊക്കെ വെച്ച് എനിക്ക് പറിച്ചു തന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് കായ്കൾ കിട്ടി എനിക്ക്. കണ്ടോ, ഇത്രയും കായ്കൾ കിട്ടി. അപ്പോൾ ഇതെല്ലാം വെറുതെ പാഴ്മരങ്ങൾ പോലെ കാണുന്ന സംഭവത്തിനകത്ത് ഒരുപാട് ഗുണങ്ങളുള്ളതാണ് കേട്ടോ ഇത്. ഇപ്പോൾ കൊറോണ വന്നതോടുകൂടിയാണ് ഞാൻ മനസ്സിലായത് കെമിസ്ട്രിയുടെ സംഭവങ്ങളെല്ലാം നമ്മുടെ ശരീരത്തിലുണ്ടെന്നുള്ള കാര്യം കേട്ടോ. അപ്പോൾ അയൺ, കാൽഷ്യം, പൊട്ടാഷ്യം, മഗ്നീഷ്യം ഇങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഉണ്ടെന്ന് അറിഞ്ഞത് കൊറോണ വന്നതിന് ശേഷമാണ്. പക്ഷേ ആ സംഭവങ്ങളെല്ലാം ഈ സാധനത്തിനകത്തുണ്ട് കേട്ടോ. അപ്പോൾ അതാണ്. അപ്പോൾ അതായത് കാലാവസ്ഥയ്ക്ക് അനുസൃതമായി ഉണ്ടാകുന്ന ഒരു പഴവർഗ്ഗങ്ങൾ നമ്മൾ ശരീരത്തിൽ എപ്പോഴും കഴിക്കുന്നത് നല്ലതാണ്. പക്ഷേ ഇതൊന്നും കുഞ്ഞിലേ എനിക്ക് ഈ സ്വഭാവങ്ങളൊന്നും ഇല്ല. പക്ഷേ ഇപ്പോൾ ഒരു ഏജൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇതൊക്കെ കഴിക്കാൻ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ കുഞ്ഞിലേ അമ്മ കൊണ്ട് തന്നാൽ പോലും കഴിക്കില്ല അത്. അങ്ങനത്തെ ഒരു സ്വഭാവമാണ് എനിക്ക്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, പച്ചയോടെ കഴിക്കുന്ന സാധനങ്ങളൊക്കെയാണ് എനിക്കിഷ്ടം. അപ്പം അതാണ് ഇതിൻ്റെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞത് ശരീരത്തിൽ. അപ്പോൾ അങ്ങനെ കഴിക്കുന്നതുകൊണ്ടുള്ള ഒരു ഉപകാരം എന്താണെന്ന് പറയുന്നത്, നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണമാണ്. ഇമ്മ്യൂണിറ്റി പവർ കൂടും കേട്ടോ. അപ്പോൾ അങ്ങനെ പ്രതിരോധ ശക്തി വർദ്ധിക്കുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങനെ കാലാവസ്ഥയ്ക്ക് അനുസൃതമായി വരുന്ന അസുഖങ്ങളധികം നമ്മളെ ബാധിക്കില്ല ശരീരത്തിന് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഗുണം. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇങ്ങനെ വെളിയിലൊക്കെ പോയി നോക്കുക കേട്ടോ. പറമ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, വെറുതെ കിടക്കുന്നതാണെങ്കിൽ അതിലൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഈ സംഭവത്തിൻ്റെ തൈകളുണ്ടാവും. അങ്ങനെയാണ് എനിക്കും ഇത് കിട്ടിയത്. ഞാൻ വന്നപ്പോൾ എനിക്കിഷ്ടമാണ് ഈ പഴവർഗ്ഗങ്ങളെല്ലാം, ഇങ്ങനത്തെയൊക്കെ ഇഷ്ടമാണ്, നാടൻ സംഭവങ്ങളെല്ലാം. അപ്പോൾ അങ്ങനെ കിട്ടിയ ഒരു തൈയാണ്. ഞാൻ അതിനെ പരിപാലിച്ച് ഭംഗിയാക്കിയൊക്കെ എടുത്ത്, ഭംഗിയെന്നൊന്നും പറയാൻ പറ്റില്ല, ഞാൻ പറഞ്ഞല്ലോ, കെയർലെസ്സായിട്ട് വളർത്തുന്ന ചെടികളും മരങ്ങളുമാണ് എനിക്ക് പറ്റുള്ളൂ. കാരണം സമയമില്ലാത്ത ഒരു ലേഡിയാണ് ഞാൻ. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ അങ്ങനെ വളർത്തിയെടുത്താണ്. പക്ഷെ കണ്ടാൽ അതിൽ കായ്കളുണ്ടെന്നൊന്നും തോന്നത്തില്ല കേട്ടോ. പക്ഷെ ഇത്രയും സംഭവം എനിക്ക് കിട്ടി. എനിക്ക് കിട്ടിയെന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് അത് റെഡിയാക്കി തന്നു, പറിച്ച് തന്നു എന്നുള്ളതാണ്. അപ്പോൾ അതാണ് നിങ്ങളോട് പറയാനുള്ളത്. ഇന്നത്തെ വീഡിയോ അങ്ങനെയാണ്, വളരെ ഉപകാരപ്രദമായ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും പറമ്പിലോട്ടൊക്കെ പോയി നോക്കുക. ഇങ്ങനെയൊക്കെയുള്ള ചെടികളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അതിനെ ഒന്ന് ഇളക്കി മാറ്റി നട്ടാൽ മതി. വീട്ടിൽ നിന്നുള്ള കഞ്ഞിവെള്ളം, വെറുതെ പുളിപ്പിച്ച കഞ്ഞിവെള്ളമോ അല്ലാത്ത ഇങ്ങനത്തെ വെജിറ്റബിൾസിൻ്റെ വേസ്റ്റോ അതൊക്കെ ഇന്ന് ഇട്ട് കൊടുത്താൽ മതിയാവും. അവർ തനിയെ വളർന്നോളും കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള കായ്കളും പഴങ്ങളും ഒക്കെ നമുക്ക് കിട്ടും. ഞാൻ ആ മുഞ്ഞയൊക്കെ ഉണ്ടായിരുന്നൊക്കെ ഇന്ന് കഴുകാൻ നോക്കി കേട്ടോ. പൈപ്പിൽ വെള്ളം അടിച്ചിട്ട് ഒരു ചെറിയ ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ വൃത്തിയാക്കി എടുക്കാൻ നോക്കി. നല്ല വൃത്തിയായില്ല. അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് ശരിയാക്കി
റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതൊക്കെയാണ് കാര്യം. അപ്പോൾ എന്നിട്ട് അത് പഴുത്ത് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ആ ക്രീമിട്ടൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചു, നമുക്ക് ആ ഷോപ്പിൽ നിന്ന് കിട്ടുമല്ലോ. പക്ഷേ തിന്നിട്ട് എനിക്ക് മതിയാവണ്ടേ. മാങ്ങയെല്ലാം അങ്ങനെയാണ് കേട്ടോ, എനിക്ക് പച്ചമാങ്ങയെല്ലാം ഞാൻ കട്ട് ചെയ്തിട്ട് ഉണങ്ങാൻ വയ്ക്കും കേട്ടോ. അത് ഉണക്കി തീരുമ്പോൾ മാങ്ങ കാണത്തില്ല, ഞാനെല്ലാം തിന്ന് തീർക്കും എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെയാണ്, കണ്ടോ, നല്ല ടേസ്റ്റാണ് അത്. അങ്ങോട്ട് നമുക്ക് ഇങ്ങനെ എടുത്തങ്ങനെ തിന്നാൻ തോന്നും കേട്ടോ. അതിനകത്തൊക്കെ നിറച്ച് കുട്ടി കുട്ടി ഇതാണ്, വിത്തുകളാണ് കേട്ടോ, കുരുക്കൾ, ബ്ലാക്ക് കുരു, അതൊക്കെ മുളയ്ക്കും ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. ഇനി ഒരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് കാണുന്നവരേക്കും. ടേക്ക് കെയർ, ബൈ ബൈ.